യൂത്ത് കോൺഗ്രസിൻ്റെ കുന്നംകുളത്ത് മണ്ഡലം പ്രസിഡന്റായ സുജിത്തിന് നേരെ നടന്ന ആക്രമണം, ആ ആക്രമണത്തിൻ്റെ ഒരു നേർചിത്രം ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. 2023 ഒരു കുടുംബക്ഷേത്രത്തിലെ ശാന്തി കൂടിയായ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ്, അയാൾ ആ ക്ഷേത്രത്തിനരികിൽ അയാളുടെ സുഹൃത്തുക്കളുമായി ഇരുന്നപ്പോൾ പോലീസ് വരികയും അകാരണമായി അയാളെ അറസ്റ്റ് ചെയ്യുകയും വണ്ടിയിൽ വെച്ചും പോലീസ് സ്റ്റേഷനിനകത്ത് വെച്ചും വളരെ ക്രൂരമായ മർദ്ദനങ്ങൾ അയച്ചുവിടുകയുമാണ് ഉണ്ടായത്. അന്ന് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള വലിയ സമരങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അന്ന് തൊട്ട് യൂത്ത് കോൺഗ്രസും സുജിത്തും നടത്തിയ വലിയ നിയമ പോരാട്ടത്തിൻ്റെ ഒരു ഭാഗിക വിജയം കൂടിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. കാരണം പോലീസ് അന്നെടുത്ത കേസ് സുജിത്ത് മദ്യപിച്ച് മനഃപൂർവ്വമായി പ്രശ്നമുണ്ടാക്കി എന്നുള്ളതായിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ സുജിത്ത് മദ്യപിച്ചിട്ടില്ല എന്നുള്ള കാര്യം വെളിവായി വരികയും അതുമാത്രമല്ല അയാളുടെ ചെവിക്ക് സാരമായി പരിക്ക് പറ്റി പോലീസ് മർദ്ദനത്തിൽ എന്നുള്ളത് വെളിവായി വരികയും ചെയ്തതാണ്. അതിനുശേഷം കൊടുത്ത പ്രൈവറ്റ് അന്യായത്തിൽ SI ഉൾപ്പെടെയുള്ള 4 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയുള്ള നിയമ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് വിചാരണാ ഘട്ടത്തിലാണ്. ഇതിനകത്ത് വളരെ വ്യക്തമാണ്, ഒരു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായ ഒരു വ്യക്തിക്ക് പോലും ഇതാണ് കേരളത്തിലെ അവസ്ഥ എന്നുണ്ടെങ്കിൽ കേരളത്തിലെ സാധാരണക്കാരൻ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോഴുള്ള ജനമൈത്രി നയം ഇതാണോ എന്ന് ചോദിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാകും. അതിൻ്റെ ഒരു നിയമ പോരാട്ടമാണ് CCTV വിഷ്വലുകൾ പുറത്തു കൊണ്ടുവരണമെന്നുള്ള ഞങ്ങളുടെ ആവശ്യം. ആദ്യം അത് വിവരാവകാശ കമ്മീഷൻ അംഗീകരിക്കാൻ തയ്യാറായില്ല. പക്ഷേ വളരെ നിരന്തരമായ തുടർച്ചയായ നിയമ പോരാട്ടത്തിനൊടുവിലാണ് സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി ഒരു പോലീസ് സ്റ്റേഷനിലകത്തെ CCTV ദൃശ്യങ്ങൾ ഇന്ന് പബ്ലിഷ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടായത്. അത് യൂത്ത് കോൺഗ്രസിൻ്റെയും സുജിത്തിൻ്റെയും ഭാഗികമായ വിജയമാണ്. പക്ഷേ ഈ വിഷയത്തിൽ ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായ നടപടികൾ ഉണ്ടാകണം. സംസ്ഥാന തലത്തിൽ തന്നെ ഇത് ചർച്ചയാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. കാരണം മാല മുതൽ മാങ്ങ വരെ മോഷ്ടിക്കുന്ന ഒരു സേനയായി കേരളത്തിലെ പോലീസ് സേന മാറി. കഴിഞ്ഞ ദിവസമാണ് ഒരു DYSP ചൂത് കളിച്ചതിനിടയ്ക്ക് SI പോയി പിടികൂടുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇങ്ങനെ കേരളത്തിലെ പോലീസ് സേന ഒരു കള്ളന്മാരുടെ കുറുവാ സംഘമായി മാറി എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസ് ഇവിടെ ആരോപിക്കുന്നത്. ഇത് ഒരു അധപ്പതിച്ച ഭരണമാണ് കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം കേരളത്തിൻ്റെ തെരുവോരങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നടത്തും. യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം തലങ്ങൾ മുതലുള്ള പ്രതിഷേധങ്ങളുണ്ടാവും. സുജിത്ത് എന്ന് പറയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകൻ, ആ സഹപ്രവർത്തകനുണ്ടായ ഈ അനീതിയും അക്രമവും അത് കേരളത്തിൽ മറ്റൊരാൾക്കും ഒരു സാധാരണക്കാർക്കും ഉണ്ടാകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റായ സുജിത്തിനെതിരെ ഉണ്ടായ ഈ അക്രമം അത് കേരള ജനസമക്ഷം എന്ന് കണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധങ്ങളുണ്ടാവും, നടപടികൾ ഉണ്ടാവണം. അതുവരേക്കുമുള്ള അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് നടത്തും.